ജുമഅക്ക് ഹലാലായ വരുമാനത്തെക്കുറിച്ച് ഉത്ബോധിപ്പിക്കവേ അദ്ദേഹം പറയുകയുണ്ടായി, ഹറാമായി സമ്പാദിക്കുന്നതിലൂടെ വഴിപിഴച്ചുപോയ അല്ലെങ്കിൽ നശിച്ച മക്കളെ ആ പിതാവ് ഉണ്ടാക്കുകയാണെന്ന്. ഇതെങ്ങനെ ശരിയാവും? പിതാവ് ചെയ്യുന്ന തെറ്റിന് മക്കൾ എന്തു പിഴച്ചു? പിതാക്കന്മാരുടെ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും അവരിലൂടെ ഉണ്ടാകുന്ന സന്തതികൾ കുറ്റക്കാരാകുമോ? ഈ പ്രസ്താവന ഒന്നിൽ കൂടുതൽ തവണ കേൾക്കാനിടയായി. അതുകൊണ്ടാണ് ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചുകൊണ്ടാണ് ശ്രോതാവിൻ്റെ ചോദ്യം. അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. നിഷിദ്ധ സമ്പാദ്യത്തിലൂടെ പിതാവ് മക്കളെപ്പോലും പിഴപ്പിക്കുകയാണ്. അഥവാ പിതാവ് ഹറാം സമ്പാദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലം, ദുഷിച്ച ഫലം മക്കളിലും പ്രകടമാകും എന്നാണല്ലോ ചോദ്യത്തിൽ ഉള്ളത്. ഇവിടെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം, ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ, ഒരാൾ മറ്റൊരാളുടെ പാപഭാരം വഹിക്കുകയില്ല എന്നാണ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. അണുമണി തൂക്കം നന്മ ആര് ചെയ്തുവോ അതവൻ കാണും, തിന്മയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. മക്കളുടെ വിഷയത്തിൽ പിതാവിൻ്റെ ഉത്തരവാദിത്തമാണ് ആ മക്കൾക്ക്, ഭാര്യയ്ക്കൊക്കെ ചിലവിന് കൊടുക്കണം എന്നത്. വ അലൽ മൗലൂദി റിസ്ഖുഹുന്ന വ കിസ്വത്തുഹുന്ന, കുട്ടിക്ക് ഭക്ഷണം അതേപോലെ തന്നെ വസ്ത്രം ഇതൊക്കെ കൊടുക്കൽ പിതാവിൻ്റെ ബാധ്യതയാണ്. അവിടെ സമ്പാദ്യം രണ്ട് രൂപത്തിലായിരിക്കാം. ഒന്ന്, പൂർണ്ണമായും ഹറാമായ സമ്പാദ്യം, മോഷണം പോലെ, പിടിച്ചുപറി പോലുള്ള സമ്പാദ്യം, അത് പൂർണ്ണമായും ആ സമ്പാദ്യം നിഷിദ്ധമാണ്. മറ്റൊന്ന്, അയാൾ അധ്വാനിക്കുന്നു, പക്ഷേ അധ്വാന ഫലത്തിൽ ഹറാമും കൂടെ കൂടിക്കലർന്നിട്ടുണ്ട്. എന്ത് തന്നെ ആയിരുന്നാലും ശരി, ചെറിയ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിതാവിൽ നിന്ന് ലഭിക്കേണ്ട ഉത്തരവാദിത്തമാണ് തങ്ങളെ പിതാവ് സംരക്ഷിക്കുക, അവർക്ക് വേണ്ട ഉപജീവനം കൊടുക്കുക എന്നത്. അതുകൊണ്ട് പിതാവ് ഏത് രൂപത്തിൽ കൊണ്ടുവന്നാലും ശരി, അതിൻ്റെ പേരിലൊന്നും മക്കൾ ശിക്ഷിക്കപ്പെടുന്നതല്ല. നേരെ മറിച്ച് മക്കൾ പ്രായപൂർത്തിയെത്തി, അവർക്ക് സ്വന്തമായി ജീവിക്കുവാനുള്ള അവസ്ഥാവിശേഷമെത്തി, എന്നിട്ടും ഈ ഹറാമിലൂടെ സമ്പാദിക്കുന്ന അല്ലെങ്കിൽ ഹറാം മാത്രമായി മുന്നോട്ട് പോകുന്ന പിതാവിനെ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും മക്കളും അതിൻ്റേത് അനുഭവിക്കേണ്ടി വരും. കാരണം അവർക്ക് സ്വതന്ത്രമായി പറക്കാനുള്ള ഒരു അവസ്ഥയായി, സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള പ്രാപ്തിയെത്തി, അവർക്കും അധ്വാനിക്കുവാൻ കഴിഞ്ഞു, പിതാവ് ഹറാമിലൂടെയുള്ള സമ്പാദ്യം ഉണ്ട് എന്നറിയാം. ഇതൊക്കെ അറിഞ്ഞിട്ടും അവർ പിതാവിൻ്റെ കൂടെ ആ നിഷിദ്ധ സമ്പാദത്തിൽ ഒന്നിച്ചു പോവുകയാണെങ്കിൽ അതിൻ്റെ ഫലം അവർ ഏതായിരുന്നാലും അനുഭവിക്കേണ്ടി വരും. അല്ലാഹു തആല ആലം. ഒരു പിതാവ് എന്ന നിലയിൽ നസിഹത്തോടുകൂടി ആദരവോടുകൂടി പിതാവിനെ തിരുത്താനുള്ളൊരു ശ്രമം മക്കളുടെ സ്വാഭാവികമായും ഭാര്യ, മക്കൾ, അല്ലെങ്കിൽ മൊത്തത്തിൽ എല്ലാവരുടെയും ബാധ്യതയാണ്. ഒരാൾ വമൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറു ബിയദിഹി, ഒരു തിന്മ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ നല്ല രൂപത്തിൽ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തുക എന്നുള്ളത്. സ്വാഭാവികമായും കുടുംബത്തിലെ മക്കൾ അല്ലെങ്കിൽ ഭാര്യ, അവരൊക്കെ ഒരു നല്ല രൂപത്തിലുള്ള പെരുമാറ്റത്തിലൂടെ, ഉപദേശത്തിലൂടെ ഒരു പക്ഷേ പിതാവ് അതിൽ നിന്ന് മാറിയേക്കാം. അത് അവരുടെ മേൽ ബാധ്യതയാണ്.